കൊച്ചിയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വന്ന് തുടങ്ങിയവർക്കെല്ലാം എതിരായി പാട്ടുപാടിയതിന്റെ പേരിൽ നടപടി സ്വീകരിക്കുന്ന സുഹൃത്തുക്കളെ, പലർക്കും ഒരുപക്ഷെ ഇദ്ദേഹത്തെ ഇഷ്ടമുണ്ടാവില്ല ഗോവിന്ദ മാഷ. പക്ഷെ വേടെന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ആര് ഭരിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ സംശയമാണ്, ഒരു ചോദ്യചിഹ്നമായിട്ടാണ് മാറിയിരിക്കുന്നത്. കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ അതോ BJP ആണോ? ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത് കോൺഗ്രസ്സുകാരും ചോദിക്കേണ്ടതാണ്. ഇത് വൃത്തിയായിട്ട് കഴിയുമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. നമുക്കറിയാം, CJPയുടെ നേതൃത്വത്തിൽ ഒരു ഗംഭീര പ്രക്ഷോഭം ഇപ്പോൾ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേക്ക് കഴിക്കാൻ വേണ്ടി പോയതാണ് VD സതീശൻ, അത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞതാണ്. പക്ഷേ സമരത്തിൽ അബദ്ധവശാൽ പങ്കെടുക്കേണ്ടി വന്നു. അതിൻ്റെ എല്ലാ ജാള്യതയും ആ സമരത്തിൽ നിൽക്കുന്ന അത്രയും സമയം VD സതീശൻ മേനോന്റെ മുഖത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ VD സതീശൻ മേനോൻ പറയുന്നത് അദ്ദേഹം BJPയുടെ ഒരു വക്താവാണ്, അല്ലെങ്കിൽ BJPയുടെ ആശയം പേറുന്ന ഒരാളാണ്. ഇത് പ്രതിപക്ഷ നേതാവായിരിക്കും അദ്ദേഹം. BJPയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഫോട്ടോ സഹിതം വെളിവായതാണ്. അത് അദ്ദേഹം തന്നെ സമ്മതിച്ചതുമാണ്. ഇവിടുത്തെ പ്രശ്നം വളരെ സിമ്പിളാണ്. നോക്കൂ, അദ്ദേഹം അബദ്ധവശാലാണെങ്കിലും ഡൽഹിയിൽ പോയത് ആ CJPയുടെ ആ ഒരു പ്രോഗ്രാമിൽ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു, മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നു. ആ പങ്കെടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു. സ്വാഭാവികമായിട്ടും ആ സമരം ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റിനെതിരെയാണ്, അല്ലെങ്കിൽ ആ BJP ഗവൺമെന്റിലെ ഒരു മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിക്ക് എതിരെയാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ VD സതീശൻ മേനോൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എങ്കിൽ അവരെ സഹായിക്കുന്ന ഇടപെടലുകളല്ലേ വേണ്ടത്, അല്ലേ? അതെ, അതാണ് വേണ്ടത്. കേരളത്തിൽ എന്തെങ്കിലും തരത്തിൽ ആ CJPയുമായി ബന്ധപ്പെട്ട് അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എങ്കിൽ അവരെ എങ്ങനെയൊക്കെ സഹായിക്കാം അങ്ങനെയൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ ഒരു BJP നിലപാടാണ് കേരളത്തിലേക്ക് വന്നപ്പോൾ VD സതീശൻ മേനോൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ്? ഇവിടെ ആ ഒരു CJPക്ക് അനുകൂലമായിട്ട് വേടന്റെ നേതൃത്വത്തിൽ ഒരുപാട് ഗായകരും സിനിമാക്കാരും ഒക്കെ ഒത്തുചേർന്ന പാട്ടും പറച്ചിലും എന്ന രീതിയിൽ ഒരു പ്രോഗ്രാം നടത്തി. അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾ അവരെ സമരം ചെയ്യൂ, ഞങ്ങൾ ഇവിടെ സമരം ചെയ്ത് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഇവരെല്ലാം വരുന്നു, അവിടെ സംസാരിക്കുന്നു. ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമായിട്ട് അത് മാറുന്നു. കേരളത്തിലെ ചാനലുകളെല്ലാം ശ്രദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ ശ്രദ്ധ അങ്ങോട്ടും കേന്ദ്രത്തിലേക്കും ആ ഒരു ശ്രദ്ധ ഉണ്ടായി. കേരളത്തിൽ ഇങ്ങനെയൊക്കെ സമരം നടക്കുന്നുണ്ട്. ആ ഒരു സമരത്തെ അനുകൂലിക്കുകയാണ് തീർച്ചയായിട്ടും VD സതീശൻ മേനോൻ ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹം ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഗവൺമെന്റ് ചെയ്തത്, വേടനടക്കമുള്ള 90-100ഓളം പേർക്കെതിരെ കേസെടുക്കുകയാണ്. അനുവാദം ചോദിച്ചിട്ടല്ല പരിപാടി നടത്തിയത്, ഒപ്പം തന്നെ റോഡ് തടസ്സപ്പെടുത്തി എന്നീ പറയുന്ന കുറ്റങ്ങൾ ചാർത്തിയിട്ടാണ് കേസ് ചാർത്തിയിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ മൈൽഡായിട്ടുള്ള കുറ്റങ്ങൾ, ഏറ്റവും മൈൽഡായിട്ടുള്ള കുറ്റങ്ങൾ. VD സതീശൻ മേനോൻ കൂടി പങ്കുചേർന്ന ഒരു സമരവേദിയാണ് അവിടെ നടന്നതെന്നുകൊണ്ട്, അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യുകയും ആ ഒരു പ്രോഗ്രാമിനെതിരെ ഒരു കേസ് എടുക്കാതിരിക്കുകയും മാത്രമല്ല, കഴിയുമെങ്കിൽ അവരോടൊപ്പം ആ പ്രോഗ്രാമിൽ ഒന്ന് പങ്കെടുക്കുക കൂടി ചെയ്തിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രാഫ് എത്രത്തോളം ഉയരുമായിരുന്നു, അല്ലേ? പക്ഷെ അതൊന്നുമല്ല ഉണ്ടായത് അവർക്കെതിരെ കേസെടുക്കലാണ്. അങ്ങനെയാണെങ്കിൽ ആ കേസെടുക്കൽ എന്ന് പറയുന്ന നടപടിയിലേക്ക് നീങ്ങാൻ കാരണം എന്താണ്? ഭയമാണോ? അല്ലേ? BJPക്കാർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണോ? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ആണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്
വ്യക്തമായിട്ടുള്ള കാര്യം. എന്തൊക്കെയായാലും സംഗതി ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. വേടനെതിരെ എന്തിന് കേസെടുത്തു എന്നിപ്പോൾ ആളുകളൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ചിന്തയുടെ അവസാനം വീണ്ടും VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി BJPയുടെ കാവലാളാണോ എന്ന് പറയുന്ന ഒരു വലിയ സംശയത്തിൽ, അല്ലെങ്കിൽ ആ സംശയത്തിന് നിഴലിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ബൈ.